മനുഷ്യരാശി വീണ്ടും ചന്ദ്രനെ തൊടാൻ ഒരുങ്ങുകയാണ്. 50 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നാസയുടെ ആർടെമിസ് 2 ഇപ്പോൾ ചന്ദ്രന്റെ ചക്രവാളങ്ങൾ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കോച്ച്, ജെമറി ഹാൻസൺ എന്നിവരടങ്ങുന്ന 4 അംഗ സംഘം ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് മൈലുകൾ അകലെയാണ്. ഓറിയോൺ പേടകം ഭൂമിയുടെ പിടിയിൽ നിന്നും വിട്ടുമാറി ചന്ദ്രന്റെ ഗുരുത്വാകർഷണ മണ്ഡലത്തിലേക്ക് കാലെടുത്തു വെച്ചു. നമ്മുടെ ഭൂമി ഇപ്പോൾ ഒരു ചെറിയ പന്ത് പോലെ അകന്നു പോകുന്നു. എന്നാൽ ചന്ദ്രൻ അതിവേഗം വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന പൈലറ്റ് വിക്ടർ ഗ്ലോവറിന്റെ ഈ വാക്കുകൾ യാത്രയുടെ ആവേശം വ്യക്തമാക്കുന്നു. അപ്പോളോ 13 പതിപ്പ് സ്ഥാപിച്ച ദൂരപരിധി ഈ യാത്രയോടെ പഴങ്കഥയാകും. ഭൂമിയിൽ നിന്ന് ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ചന്ദ്രന്റെ പിന്നിലൂടെ ഒരു യൂടേൺ എടുത്തു വരുന്ന രീതിയിലാണ് ഈ യാത്ര വിഭാവനം ചെയ്തിരിക്കുന്നത്. മനുഷ്യർ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത അത്രയും ദൂരത്തേക്ക് ഒറിയോൺ പേടകം കുതിക്കുമ്പോൾ അതൊരു പുതിയ ലോക റെക്കോർഡായി മാറും. ആവേശത്തിനിടയിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യാത്രക്കാർ നേരിടുന്നുണ്ട്. ഓറിയോൺ പേടകത്തിലെ ടോയ്ലറ്റ് സംവിധാനത്തിലെ മഞ്ഞ് കട്ടപിടിച്ചതുമൂലം താൽക്കാലിക തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും ബാക്കപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംഘം അത് പരിഹരിച്ചു. ബഹിരാകാശത്തെ ശുചിമുറികൾ എപ്പോഴും ഒരു പരീക്ഷണമാണ് എന്ന് നാസ പറയുമ്പോഴും യാത്രക്കാരുടെ ആത്മവീര്യം ഒട്ടും ചോർന്നിട്ടില്ല. ഭൂമിശാസ്ത്രത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച യാത്രികർ ചന്ദ്രനിലെ പുരാതന ലാവാ പ്രവാഹങ്ങളുടെയും അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. 1960കളിലെ ക്യാമറകളേക്കാൾ കരുത്തുള്ള ആധുനിക സെൻസറുകളും സ്മാർട്ട് ഫോണുകളും ഉപയോഗിച്ച് അവർ അയക്കുന്ന ചിത്രങ്ങൾ ഭൂമിയിലുള്ളവർക്ക് ഒരു വിസ്മയമാണ്. ആർടെമിസ് 2 വെറും ഒരു സന്ദർശനമല്ല, അതൊരു തുടക്കമാണ്. ചന്ദ്രനിൽ മനുഷ്യർക്ക് സ്ഥിരമായി താമസിക്കാനുള്ള ഒരു താവളം ഒരുക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. വരാനിരിക്കുന്ന ചൊവ്വ പ്രവർത്തികൾക്കുള്ള ഒരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റാൻ ഈ പര്യവേഷണം സഹായിക്കും. പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള മനുഷ്യന്റെ ഈ ധീരമായ യാത്ര തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.